തിരുവനന്തപുരത്ത് വയോധികൻ മരിച്ചത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമിടിച്ചാണ്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണെന്ന് കണ്ടെത്തിയത്. കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജനാണ് അപകടത്തിൽ മരിച്ചത്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. കൊന്നതാരാണ് എന്ന ചോദ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാറശാല SHOയിലേക്കാണ്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന കാലം, നമ്മളിപ്പോൾ പല രീതിയിലുള്ള പോലീസിന്റെ ക്രൂരകൃത്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പാവ മനുഷ്യനെ ഇടിച്ചു കൊന്നിട്ട് നിർത്താതെ പോയിരിക്കുന്നത്. ഇവരാണോ നീതി നടപ്പാക്കുന്നത് റഹീസ്? സുജയ, 7-ാം തീയതി രാവിലെ പുലർച്ചെ 6 മണിക്കാണ് ഈ വാഹനം, SHOയുടെ വാഹനം, ഒരു കൂലിപ്പണിക്കാരനായ രാജനെ ഇടിച്ചിടുന്നത്. ആ സമയത്ത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് അത് പാറശാല SHO അനിൽകുമാറിന്റെ വാഹനമാണ് എന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേ തുടർന്ന് FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാഹനം അനിൽകുമാറിൻ്റെത് തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ ആണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ തന്നെയാണ് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അനിൽകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൽകുമാർ പറഞ്ഞത് ഒരു ആൾട്ടോ 800 വാഹനമാണ് അമിതമായ സമയത്ത്, വേഗതയിൽ പോകുന്ന സമയത്ത് ഒരാളെ ഇടിച്ചു എന്ന് മനസ്സിലായിരുന്നു. പക്ഷെ അത് ഏതെങ്കിലും തരത്തിലൊരു മരണത്തിലേക്ക് പോകുന്ന ഗുരുതര സ്വഭാവമുള്ള ഒരു വാഹനാപകടമാണ് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് വാഹനം നിർത്താതെ മുന്നോട്ട് പോയി എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അനിൽകുമാർ മൊഴി നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് കൂടിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അനിൽകുമാറിന്റെ പേരും മറ്റും പറയുന്നില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അനിൽകുമാർ വളരെ മാന്യമായ, പോലീസിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു. സുജയ, ഓക്കെ, ഇപ്പോൾ ഈ കാര്യത്തിൽ അന്വേഷണം നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി ഇയാളിലേക്ക് എത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇങ്ങനെ നിർത്താതെ ഈ വാഹനം പോയതിനു ശേഷം ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും ഈ SHOയ്ക്ക് തോന്നിയില്ല എന്നതും വ്യക്തമല്ലേ? അതാണ് സുജയ. ഈ വാഹനം ഇടിപ്പിച്ച് ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ രാജൻ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. കാരണം റോഡിൽ വീണ് കിടന്ന് രക്തം വാർന്നിട്ടാണ് രാജൻ മരിച്ചത്. കാരണം പുലർച്ചെയാണ്, കിളിമാനൂർ റോഡ് സൈഡിലാണ്, പ്രത്യേകിച്ച് 6 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. 6 മണിയോടെ അടുപ്പിച്ച സമയത്താണ്, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആളുകളാരും അപകടമുണ്ടായി അവിടെ ഒരാൾ കിടക്കുന്നത് കണ്ടുമില്ല. കണ്ട ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവന്ന ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. രക്തം വാർന്നൊഴുകിയാണ് മരിച്ചത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതായത് ആ സമയത്ത് തന്നെ വാഹനം ഇടിച്ചു എന്നത് അനിൽകുമാർ കണ്ടു എന്നാണ് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകിയ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വാഹനം ഇടിച്ചത് കണ്ടെങ്കിൽ, ഇനി ചെറിയ തോതിലുള്ള ഒരു അപകടമാണെന്ന് കരുതിയെങ്കിൽ പോലും, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു SHO ആണ്, വാഹനം ഇടിച്ച ആളെ ചെറിയ പരിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തോട് സംസാരിച്ച് പരിക്കൊന്നുമില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതാണ് ഒരു രീതി. അതുകൊണ്ട് ഇടിച്ചപ്പോൾ ചെറിയ പരിക്കാണ് എന്ന് കരുതി നിർത്താതെ പോയി എന്ന് പറയുന്നത് നമുക്ക് മുഖവിലക്കെടുക്കാനാവില്ല. ആ സമയത്ത് നിർത്തി ആ വാഹനത്തിലോ മറ്റേതെങ്കിലും വാഹനത്തിലോ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ 59 വയസ്സുള്ള രാജൻ എന്നയാൾ മരണപ്പെടുകയില്ലായിരുന്നു എന്നത് വസ്തുതയാണ്. കാരണം എന്താണ് ഈ രാജന്റെ മരണത്തിൽ അനിൽകുമാറിന് പറയാനുള്ളത് അത് നമുക്ക് അറിയണം. കാരണം ഒരു വാഹനം ഇടിച്ച ഒരാളെ കൊല്ലുക, അതിനുശേഷം അയാൾ ആ ഇടിച്ച് വീണ് കിടന്നയാളെ രക്ഷിക്കാനായി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അതുപോലും നോക്കാതെ നിർത്താതെ പോവുക, ഇതൊക്കെ ചെയ്ത SHO ഈ സർവീസിൽ തുടരാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇതിന് ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയൊക്കെ മറുപടി പറയേണ്ട കാര്യമാണ്. താങ്ക് യു റഹീസ് റഷീദ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം റഹീസിലേക്ക്.